റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടൂ വാരൂ നേടൂ. ഇത് വളരെ സിമ്പിൾ ആണ്. ബസർ റൗണ്ട് ആണ്. ഇഷ്ടം നമുക്ക് ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ ബസർ അടിച്ച് ഉത്തരം പറയാം. ഓക്കെ, ഉത്തരം ശരിയാണെങ്കിൽ 30 സെക്കൻഡ് സമയവും 1000 പോയിന്റ് കിട്ടും. ഈ 1000 പോയിന്റ് എന്ന് പറയുന്നത് നിലവറയ്ക്കകത്ത് 1000 രൂപയാണ്. 1000 രൂപയ്ക്ക് ഇഷ്ടമുള്ളത്രയും സാധനം നമ്മുടെ ഗ്രോസറി സെക്ഷനിൽ എടുക്കാവുന്നതാണ്. അവിടെ നിന്ന് 1000-ത്തിനകത്ത് ആയിരിക്കണം ഷോപ്പിംഗ്. 1000-ത്തിന് മുകളിൽ പോയാൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല. 1000-ത്തിനകത്താണെങ്കിൽ ആ മുഴുവൻ സാധനങ്ങളും തിന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 1, ചിരിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ചിരിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഇപ്പുറത്തേക്ക് പറഞ്ഞോ. ഓ, അതാണ് ചിരിക്കാൻ. എന്റെ പൊന്നു ലിജോ മോളെ, ശരിയായ ഉത്തരം. ഇതിന്റെ ട്യൂഷൻ അങ്ങനെ എടുക്കുന്നുണ്ടോ? ഇതേപോലെ ഇനി ബുദ്ധിപരമായ ചോദ്യങ്ങൾ ഉണ്ടാവും. അവിടെയും ഞാനിത് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഒരു സംശയവും വേണ്ടല്ലേ? ഓക്കെ, 30 സെക്കൻഡ്സ് ടൈം. ഇവിടെ നമ്മുടെ നിലവറയില്ല. ആരാ പോകുന്നത്? ഞാൻ പോവാം. വിനയാണോ? അപ്പൊ വീട്ടിലെ ഷോപ്പിംഗ് വിനയാണോ? സാധനങ്ങളുടെയൊക്കെ വിലയൊക്കെ കൃത്യമായിട്ടറിയോ വിനയ്? കൃത്യമായിട്ടല്ല, ഏതാണ്ടൊക്കെ അറിയാം. ആണ് സൂപ്പർ മാർക്കറ്റിൽ പോയിച്ച് ഒരു ബഡ്ജറ്റ് പിടിക്കുന്ന ആളാണോ വിനയ്? വലിയ ബഡ്ജറ്റ് നോക്കാറില്ല ഞാൻ. മറ്റേ നമുക്ക് കുറച്ച് പൈസ കിട്ടിയതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്, നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കേണ്ട വരില്ല. ഞാൻ എന്റെ കൊച്ചിലൊക്കെ ഒരുപാട് നോക്കിയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ അത് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പണിയെടുക്കുന്നത്. തോട്ട് അടിപൊളി. ആ പറഞ്ഞതിനകത്ത് ഉണ്ടല്ലോ എല്ലാം. കൊച്ചിലേക്ക് ഞാൻ ഒരുപാട് അങ്ങനെ പിടിച്ചു ചെയ്താണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ കൂടുതൽ പണിയെടുക്കുന്നത്. ബ്യൂട്ടിഫുൾ തോട്ട്. അപ്പൊ നിലവറയ്ക്കകത്ത് 30 സെക്കൻഡ് സമയം. പക്ഷെ ഇവിടെ ബഡ്ജറ്റ് 1000 രൂപയുടെ ബഡ്ജറ്റ്. പക്ഷെ മാക്സിമം എടുക്കണവിനെ 1000-ത്തിനകത്ത് നിർത്തിക്കൊണ്ട് കേട്ടോ, നോക്കരുത്. ഓക്കെ, ശരി. ഓക്കെ, ഓടൂ വാരൂ നേടൂ ഗോ. 30 സെക്കൻഡ് സമയം. ഐശ്വര്യമാണ് പിടിച്ചത് ചേട്ടാ. 1000 റുപ്പീസ് ആണ് ബഡ്ജറ്റ്. അതനുസരിച്ച് പർച്ചേസ് ചെയ്യാം. 20 സെക്കൻഡ്സ് റിമൈനിങ് ആണ്. അങ്ങോട്ടേക്കൊക്കെ സെക്ഷൻ ഉണ്ട് കേട്ടോ. പോവാണോ? ഓക്കെ, അത് മതിയോ? എന്തൊക്കെയാണ്? കഴിഞ്ഞ കുറച്ച് നാളുകളായി ബുള്ളറ്റ് പ്രൂഫ് കോഫിയാണോ കുടിക്കുന്നത്? എന്ത് കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മനുഷ്യന്റെ എടുത്തേക്കുന്ന ആകെ 3 സാധനങ്ങളെ എടുത്തുള്ളൂ. റിസ്ക് ഇല്ല. 1000 രൂപയ്ക്ക് നീ കൂടുതൽ എടുക്കാം. പിന്നെ നോക്കട്ടെ. അയ്യോ, പൊട്ടിപ്പോയ തേയിലപ്പൊടി 170. ഓക്കെ, നെയ്, മിൽമയുടെ നെയ് 370. രണ്ടെണ്ണം 740. 740 170. അങ്ങനെ പറയുമ്പം 910. എന്റെ പോലെ സമ്മതിക്കണം. 3 ഐറ്റം കൊണ്ട് 1000. ചുമ്മാ അല്ല, ബഡ്ജറ്റ് പിടിച്ച് ജീവിച്ചാൽ മതി. വരൂ, കൺഗ്രാറ്റുലേഷൻസ്. ഇത് മുഴുവൻ നിങ്ങൾക്ക്. പക്ഷെ ആ മനസ്സാലോചിക്കണല്ലോ ലിജോ. ഒരു നെയ്യായിട്ട് എടുത്തില്ല. ഒരു നെയ്യ് കണ്ടോ? പക്ഷെ ചായപ്പൊടി പുള്ളി വീട്ടിൽ ലിജോ എടുത്തോട്ടെ. അപ്പോ അവരെടുത്തു. 1000-ത്തിന് സാധനം എടുത്തു. ഇനി അവിടെ വരണം. അടുത്ത ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ അപ്പം ബസർ അടിച്ചോ. ബസറിനെ കൈവച്ചോ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2. ബസർ റെഡി അല്ലേ? വളരെ പഴയ കാലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലി പുരാണത്തിൽ ഒരു വാനരനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് പറഞ്ഞു കഴിഞ്ഞു. പറ. കറക്റ്റ് പറയൂ. ആ വാനരൻ പക്ഷേ മുദ്രാവാക്യം വിളിച്ചതുപോലെ ജാംബവാൻ പറഞ്ഞിട്ട് ജാംബവാൻ. അടിപൊളി. ജാംബവാന്റെ ഫിഗർ എന്താണോ? ഓൾറെഡി ചെരുപ്പ് കഴിച്ചിട്ട് കഴിഞ്ഞു. ചെരുപ്പഴിച്ചതോ? മറ്റത് കണ്ടില്ലേ കെട്ടി? അതല്ലേ, ഷോളൊക്കെ കെട്ടിക്കഴിഞ്ഞു. പിന്നെ അവിടെ പോയ സമയത്ത് നടക്കൂ. അമ്മ റെഡിയല്ലേ? ഓടൂ വാരൂ നേടൂ ഗോ.
വാ 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 വാ. അമ്മ 1000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത്. 15 സെക്കൻഡ് ഇനി ബാക്കിയുണ്ട്. പോകാമോ? മതിയോ? ഓക്കെ ബൈ. കലക്കി കലക്കി. ആ വിനയ് ആൾക്കാരെ വഴിതെറ്റിക്കുന്നുള്ളത് വാസ്തവമാണ് കേട്ടോ. ഇവിടെയും 3 ഐറ്റം എടുത്തിട്ടുള്ളൂ. ആദ്യം എടുത്തിരിക്കുന്നു വിജയത്തിന്റെ സേനാനി. ഓക്കെ 299 കറക്റ്റ്. വീട്ടിൽ ടൊമാറ്റോ സോസിന്റെ ഒരു കുറവുണ്ടെന്ന് കേട്ടു. ആ 90 രൂപയുള്ളൂ. 90 രൂപ 389 ആയിട്ടേ ഉള്ളൂ. അടുത്തത് സൺഫ്ലവർ ഓയിൽ 170. കുറഞ്ഞു പോയി അമ്മ, കുറഞ്ഞു പോയി. എല്ലാം കൂടി 559. ആ വിനയനെ കണ്ട് പഠിക്കരുത്. വിനയ് കറക്റ്റ് വിലയുള്ള സാധനം 3 എടുത്തത് കേട്ടോ. അല്ല ഞാൻ മനസ്സിലാലോചിച്ച് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം ആലോചിച്ച്. മനസ്സിലായി മനസ്സിലായി. നിങ്ങൾ ഈ ബഡ്ജറ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കണത് വലിയ സംഭവം തന്നെയാണ്. പിന്നെ പക്ഷെ ഇത് മുഴുവൻ അമ്മയ്ക്കാ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ